6 മുതൽ 10 ലക്ഷം രൂപ വരെ ബഡ്ജറ്റിൽ ഒരു മൈക്രോ SUV എടുക്കാൻ നോക്കുന്നുണ്ടെങ്കിൽ ടാറ്റ പഞ്ച് ബുക്ക് ചെയ്യുകയാണ് ഇപ്പോഴത്തെ ഒരു ട്രെൻഡ്. ടാറ്റ പഞ്ച് ഒരു ഗംഭീര വണ്ടിയാണ്, അതിൽ ഒരു സംശയവുമില്ല. പക്ഷേ ഈ ഒരു സെഗ്മെന്റിൽ ഏറ്റവും മിസ്അണ്ടർസ്റ്റുഡ് ആയ അല്ലെങ്കിൽ ആളുകൾ വേണ്ടത്ര ശ്രദ്ധിക്കാത്ത ഒരു വണ്ടിയാണ്. സത്യം പറഞ്ഞാൽ റിഫൈൻഡ് ആയിട്ടുള്ള ഒരു എഞ്ചിൻ, അടിപൊളി ഫീച്ചേഴ്സ്, പിന്നെ പീസ് ഓഫ് മൈൻഡ് തരുന്ന ഒരു സർവീസ് നെറ്റ്വർക്ക്. ഇതൊക്കെ നോക്കുന്ന ഒരു ശരാശരി മലയാളി ഫാമിലിക്ക് ഇതിലും മികച്ചൊരു ഓപ്ഷൻ വേറെ ഇല്ല. ഞാൻ പറയുന്നത് ഈ അടുത്തിടെ ലോഞ്ച് ചെയ്ത ന്യൂ ഹ്യുണ്ടായി എക്സ്റ്റർ 2026 ഫേസ് ലിഫ്റ്റിനെ പറ്റിയാണ്. ഈ വണ്ടി ശരിക്കും ഒരു ഹിഡൻ ജെമ്മാണ്. എല്ലാവരും സേഫ്റ്റി മാത്രം നോക്കി പഞ്ചിന്റെ പുറകെ പോകുമ്പോൾ എക്സ്റ്റർ ശരിക്കും എന്തൊക്കെയാണ് ഓഫർ ചെയ്യുന്നതെന്ന് പലർക്കും അറിയില്ല. വെറും 5.80 ലാഖ് റുപ്പീസ് എക്സ് ഷോറൂം വിലയിലാണ് ഹ്യുണ്ടായി ഇതിന്റെ ബേസ് മോഡൽ ഇപ്പോൾ ഇറക്കിയിരിക്കുന്നത്. ഇന്ന് നമ്മൾ എക്സ്റ്റർ ഫേസ് ലിഫ്റ്റിനെ പറ്റി നോക്കാൻ പോവുകയാണ്. ഇതിന്റെ വില, പുതിയ ഫീച്ചറുകൾ, ടാറ്റ പഞ്ചിനെ വെച്ച് നോക്കുമ്പോൾ ഇത് എവിടെയൊക്കെയാണ് മുന്നിട്ട് നിൽക്കുന്നത്, പിന്നെ എവിടെയൊക്കെയാണ് ഇതിന്റെ ശരിക്കും കുറവുകൾ ഉള്ളത്, എല്ലാം നമ്മൾ ഇന്ന് ഡീറ്റെയിൽ ആയിട്ട് നോക്കുന്നതായിരിക്കും. അപ്പോൾ എന്തൊക്കെയാണ് 2026 മോഡലിൽ വന്നിട്ടുള്ള പ്രധാന മാറ്റങ്ങൾ? ശരിക്കും പറഞ്ഞാൽ 2023 ഇറങ്ങിയ ആദ്യത്തെ എക്സ്റ്ററിൽ ആളുകൾ പറഞ്ഞ ചില പോരായ്മകളൊക്കെ ഹ്യുണ്ടായി ഈ ഫേസ് ലിഫ്റ്റിലൂടെ പരിഹരിച്ചിട്ടുണ്ട്. വണ്ടിയുടെ എക്സ്റ്റീരിയർ ഡിസൈൻ മുതൽ ഇന്റീരിയറിലെ ചെറിയ മാറ്റങ്ങൾ വരെ നമ്മൾ ഇന്ന് ഡീറ്റെയിൽ ആയി സംസാരിക്കാൻ പോവുകയാണ്. അതുകൊണ്ട് ഈ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ അവസാനം വരെ കാണാൻ ശ്രദ്ധിക്കുക. കാരണം ഇതിൽ ഏത് വേരിയന്റ് ആണ് ഏറ്റവും വാല്യൂ ഫോർ മണി ആയിട്ടുള്ളതെന്നും ഞാൻ ഈ വീഡിയോയുടെ അവസാനം പറയുന്നുണ്ട്. നിങ്ങളൊരു പുതിയ മൈക്രോ SUV എടുക്കാൻ നോക്കുന്നുണ്ടെങ്കിൽ ഉണ്ടാവാൻ സാധ്യതയുള്ള എല്ലാ സംശയങ്ങളും മാറും. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് കിടക്കാം. വണ്ടിയുടെ എക്സ്റ്റീരിയർ നോക്കുവാണെങ്കിൽ 2026 ഹ്യുണ്ടായി എക്സ്റ്റർ ഫേസ് ലിഫ്റ്റ് പഴയ മോഡലിനേക്കാൾ കുറച്ചുകൂടി ബോൾഡ് ആയിട്ടുള്ള ഒരു ഡിസൈൻ ആണ് കൊണ്ടുവന്നിരിക്കുന്നത്. ഹ്യുണ്ടായിയുടെ സെൻഷ്യസ് സ്പോർട്ടിനസ് ഡിസൈൻ ലാംഗ്വേജ് ആണ് ഇതിലും ഉപയോഗിച്ചിരിക്കുന്നതെങ്കിലും ഫ്രണ്ടിലെ ഗ്രിൽ കുറച്ചുകൂടി വലുതാക്കി ഒരു ബ്ലാക്ക് ഫിനിഷ് കൊടുത്തിട്ടുണ്ട്. ഫ്രണ്ടിൽ നോക്കുമ്പോൾ തന്നെ നമുക്ക് ആ സിഗ്നേച്ചർ എച്ച് ഷേപ്ഡ് LED DRLs കാണാൻ സാധിക്കും. പഴയ മോഡലിൽ എക്സ്റ്റർ എന്നുള്ള ലോഗോ ബോണറ്റിന്റെ മുകളിൽ ആയിരുന്നുവെങ്കിൽ ഇപ്പോൾ ആ രണ്ട് DRLസിനെ കണക്ട് ചെയ്യുന്ന ബ്ലാക്ക് ട്രിമിന്റെ നടുവിലേക്ക് മാറ്റിയിട്ടുണ്ട്. ഇത് കാണാൻ കുറച്ചുകൂടി ഒരു ഭംഗിയുണ്ട്. പിന്നെ താഴെയായിട്ട് ബമ്പറിൽ ഒരു സിൽവർ ആക്സെന്റ് വന്നിട്ടുണ്ട്. അതുപോലെ സ്കിഡ് പ്ലേറ്റ് ഒക്കെ കുറച്ചുകൂടി സ്ലിം ആക്കി ഒരു ക്ലീൻ ലുക്ക് കൊടുത്തിട്ടുണ്ട്. സൈഡ് പ്രൊഫൈലിലേക്ക് വരുമ്പോൾ 3830 mm നീളവും 1723 mm വീതിയും 1643 mm ഉയരവുമുള്ള ഈ വണ്ടിക്ക് ഏകദേശം 2450 mm വീൽ ബേസ് ആണ് ഉള്ളത്. ശരിക്കും പറഞ്ഞാൽ ടാറ്റ പഞ്ചിനെ അപേക്ഷിച്ച് നോക്കുമ്പോൾ നീളത്തിലും വീതിയിലും എക്സ്റ്റർ അല്പം പുറകിലാണ്. പഞ്ചിന് 3876 mm നീളവും 1742 mm വീതിയുമുണ്ട്. അതുകൊണ്ട് തന്നെ റോഡിൽ കാണുമ്പോൾ പഞ്ചിന് കുറച്ചുകൂടി ഒരു SUV പ്രസൻസ് ഫീൽ ചെയ്യും എന്നത് സത്യമാണ്. പക്ഷേ എക്സ്റ്ററിന്റെ ഉയരം പഞ്ചിനേക്കാൾ കൂടുതലാണ്. അതുകൊണ്ട് തന്നെ ഇന്റീരിയറിൽ ഹെഡ്റൂം നന്നായിട്ട് എക്സ്റ്ററിനുണ്ട്. സൈഡിലെ ബോഡി ക്ലാഡിംഗ് ഒക്കെ കുറച്ചുകൂടി ചങ്കിയർ ആയിട്ടുണ്ട്. അതിലെ ഫേക്ക് സ്ക്രൂ ഇൻസേർട്സ് ഒക്കെ കൊടുത്ത് ഒരു റഗഡ് SUV ലുക്ക് കൊണ്ടുവരാൻ ഹ്യുണ്ടായി ശ്രമിച്ചിട്ടുണ്ട്. അലോയ് വീലുകളുടെ ഡിസൈൻ മാറ്റിയിട്ടുണ്ട്. പുതിയ 15 ഇഞ്ച് ഡയമണ്ട് കട്ട് അലോയ് വീൽസ് ആണ് ഇതിൽ വരുന്നത്. ഇത് ഈ വണ്ടിക്ക് നല്ലൊരു സ്റ്റാൻസ് കൊടുക്കുന്നുണ്ട്. ഗ്രൗണ്ട് ക്ലിയറൻസ്. നമ്മുടെ കേരളത്തിലെ റോഡുകളുടെ അവസ്ഥ നിങ്ങൾക്കറിയാലോ. കുഴികളും സ്പീഡ് ബ്രേക്കറുകളും നിറഞ്ഞ റോഡുകളിൽ വണ്ടി ഓടിക്കുമ്പോൾ അടി തട്ടുമോ എന്നുള്ള പേടി എപ്പോഴും ഉണ്ട്. ഹ്യുണ്ടായി എക്സ്റ്ററിന് 185 mm ഗ്രൗണ്ട് ക്ലിയറൻസ് ആണ് ഉള്ളത്. ഇതൊരു ശരാശരി ഫാമിലി യൂസിനും കേരളത്തിലെ റോഡുകൾക്കും തികച്ചും അനുയോജ്യമാണ്. പക്ഷേ വണ്ടി ഫുൾ ലോഡ് ആകുമ്പോൾ ഗ്രൗണ്ട് ക്ലിയറൻസ് അല്പം കുറയാൻ സാധ്യതയുണ്ട്. എങ്കിലും എക്സ്ട്രീം ഓഫ് റോഡിംഗ് ഒന്നും ചെയ്യാത്ത കാലത്തോളം ഇതൊരു പ്രശ്നമാകില്ല. സിറ്റിയിലെ കുഴികളിലും ഇടവഴികളിലും ഒക്കെ വളരെ കോൺഫിഡന്റ് ആയിട്ട് നിങ്ങൾക്ക് ഈ വണ്ടി കൊണ്ടുപോകാം. പിന്നെ റിയർ പ്രൊഫൈലിലേക്ക് വരുമ്പോൾ ഏറ്റവും എടുത്തു പറയേണ്ട ഒരു മാറ്റം പുതിയ വിങ് സ്റ്റൈൽ റിയർ സ്പോയിലർ ആണ്. ഇത് ഈ വണ്ടിക്ക് ഒരു സ്പോർട്ടി ലുക്ക് നൽകുന്നുണ്ട്. പിന്നിലെ ടെയിൽ ലൈറ്റിലും ഒരു എച്ച് ഷേപ്ഡ് LED ഡിസൈൻ തന്നെയാണ് വരുന്നത്. ബമ്പറിലും ചെറിയ മാറ്റങ്ങളൊക്കെ വരുത്തിയിട്ടുണ്ട്. മൊത്തത്തിൽ പറഞ്ഞാൽ എക്സ്റ്റീരിയർ ഡിസൈനിൽ ഒരു ബോക്സി ലുക്ക് ആണെങ്കിലും അതൊരു അട്രാക്റ്റീവ് പാക്കേജ് ആണ്. കുറച്ചു കാലം കഴിഞ്ഞാലും നിങ്ങൾക്ക് ഔട്ട്ഡേറ്റഡ് ആയി എന്ന് തോന്നാത്ത തരത്തിലുള്ള ഒരു ഡിസൈൻ ലാംഗ്വേജ് ആണ് എക്സ്റ്ററിന് ഹ്യുണ്ടായി ഇപ്പോൾ കൊടുത്തിട്ടുള്ളത്. ഇനി നമുക്ക് വണ്ടിയുടെ ഉള്ളിലേക്ക് വരാം. ഈ വണ്ടി വാങ്ങുന്ന ഭൂരിഭാഗം ആളുകൾക്കും ഒരു ഫാമിലി കാർ എന്ന രീതിയിലായിരിക്കും ഇത് ഉപയോഗിക്കാൻ പോകുന്നത്. ഡോറ് തുറന്ന് ഉള്ളിൽ കയറുമ്പോൾ തന്നെ നല്ല വിശാലമായ ഒരു ഫീലാണ് കിട്ടുന്നത്. ഞാൻ നേരത്തെ പറഞ്ഞല്ലോ ഈ വണ്ടിക്ക് അത്യാവശ്യം നല്ല ഉയരമുണ്ടെന്ന്. അതുകൊണ്ട് തന്നെ ആ ടോൾ ബോയ് ഡിസൈൻ കാരണം അകത്ത് കയറാനും ഇറങ്ങാനും ഒക്കെ വളരെ എളുപ്പമാണ്. പ്രത്യേകിച്ച് പ്രായമായ ആളുകൾക്ക് ഇത് വളരെ ഉപകാരപ്പെടും. ഹെഡ്റൂമിന്റെ കാര്യത്തിൽ ഒരു രക്ഷയുമില്ല. 6 അടി നീളമുള്ള ഒരാൾക്ക് പോലും വളരെ കംഫർട്ടബിൾ ആയിട്ട് ഇരിക്കാൻ സാധിക്കും. ലെഗ് റൂമും ഈ സെഗ്മെന്റിൽ വെച്ച് നോക്കുമ്പോൾ വളരെ മികച്ചതാണ്. റിയർ സീറ്റിനെ പറ്റി പറയുമ്പോൾ എടുത്തു പറയേണ്ടത് പുറകിലെ സീറ്റിന്റെ ബേസ് അല്പം മുകളിലേക്ക് സ്ലോപ്പ് ചെയ്തിരിക്കുന്ന രീതിയിലാണ് ഡിസൈൻ ചെയ്തിരിക്കുന്നത്. യാത്രകളിൽ നല്ല അണ്ടർ തൈ സപ്പോർട്ട് തരും. വളരെ കംഫർട്ടബിൾ ആയിട്ട് ഫീൽ ചെയ്യും. ദൂരയാത്രകളിൽ ഈ സ്ലാൻഡഡ് പോസ്റ്റർ നല്ല കംഫർട്ടബിൾ ആണ്. പുറകിൽ ചാരി ഇരിക്കുന്ന പോലൊരു ഫീൽ. ഇതൊരു ഡീൽ ബ്രേക്കർ ആണോ എന്ന് ചോദിച്ചാൽ അല്ല. പക്ഷേ നിങ്ങൾ ഷോറൂമിൽ പോയി ടെസ്റ്റ് ഡ്രൈവ് ചെയ്യുമ്പോൾ ഫാമിലിയിൽ ആരെങ്കിലും ഒന്ന് പുറകിലൊക്കെ ഇരുത്തി ഒന്ന് ചെക്ക് ചെയ്യുന്നത് നല്ലതായിരിക്കും. ഇതിന്റെ കംഫർട്ട് എന്താണെന്ന് ഞാൻ പറയുന്നതിലും നല്ലത് നിങ്ങൾ എക്സ്പീരിയൻസ് ചെയ്യുന്നതാണ്. നിങ്ങൾക്ക് ഈ വണ്ടി ടെസ്റ്റ് ഡ്രൈവ് ചെയ്യാൻ ആഗ്രഹം ഉണ്ടെന്നുണ്ടെങ്കിൽ ഞാൻ NPT ഹ്യുണ്ടായിയുടെ കോൺടാക്ട് ഡീറ്റെയിൽസ് താഴെ ഡിസ്ക്രിപ്ഷനിലും കമന്റ്സിലും കൊടുത്തേക്കാം. NPTയുടെ സർവീസ് വൺ ഓഫ് ദ ബെസ്റ്റ് ഇൻ മാർക്കറ്റ് ആണ്. ദേ ആർ വെരി ട്രാൻസ്പെറന്റ്. പേഴ്സണലി ഇവരുടെ സർവീസ് എക്സ്പീരിയൻസ് ചെയ്തതിൽ നിന്നാണ് ഞാൻ പറയുന്നത്. ഓക്കെ, എക്സ്റ്ററിൽ ഒരു ഫാമിലിക്ക് വേണ്ട എല്ലാ ഫീച്ചേഴ്സും പുറകിൽ കൊടുത്തിട്ടുണ്ട്. റിയർ AC വെന്റ്സ് ഉണ്ട്. അതിന് താഴെയായി പുതിയതായ ഒരു Type C ചാർജിംഗ് പോർട്ട്
കൂടി 2026 ഫേസ് ലിഫ്റ്റിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. പഴയ മോഡലിൽ ഇത് ഇല്ലായിരുന്നു, പലരും അതൊരു പോരായ്മയായി പറഞ്ഞിരുന്നു. സോ അതുകൊണ്ട് ഇപ്പോൾ ഹ്യുണ്ടായി അത് റെക്ടിഫൈ ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ അഡ്ജസ്റ്റബിൾ റിയർ ഹെഡ് റെസ്റ്റും വരുന്നുണ്ട്. ഇനി ബൂട്ട് സ്പേസിന്റെ കാര്യത്തിലേക്ക് വരാം. പെട്രോൾ വേരിയന്റിൽ 391 ലിറ്റർ ബൂട്ട് സ്പേസ് ആണ് എക്സ്റ്ററിൽ ഉള്ളത്. ടാറ്റ പഞ്ചിന് 366 ലിറ്റർ ആണ് ഉള്ളത് എന്ന് ഓർക്കണം. അതായത് നിങ്ങൾ ഫാമിലി ഒക്കെ ആയിട്ട് പോകുമ്പോൾ ഒരുപാട് ലഗേജുകളൊക്കെ വളരെ ഈസി ആയിട്ട് ഇതിനകത്ത് ഉൾക്കൊള്ളിക്കാൻ സാധിക്കും. ഇവിടെയാണ് ഹ്യുണ്ടായിയുടെ ഒരു ബ്രില്യൻസ് നമ്മൾ കാണേണ്ടത്. നിങ്ങൾ CNG വേരിയന്റ് ആണ് എടുക്കുന്നതെങ്കിൽ സാധാരണയായി ബൂട്ട് സ്പേസ് മുഴുവൻ ആ വലിയ സിലിണ്ടർ കൊണ്ടുപോകും. പക്ഷേ പുതിയ 2026 എക്സ്റ്ററിൽ ഹ്യുണ്ടായി ഡ്യുവൽ സിലിണ്ടർ CNG ലേഔട്ട് ആണ് കൊണ്ടുവന്നിരിക്കുന്നത്. അതായത് ഒരു വലിയ സിലിണ്ടറിന് പകരം 2 ചെറിയ സിലിണ്ടറുകൾ ബൂട്ടിന്റെ അടിയിലായിട്ട് പ്ലേസ് ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ അത്യാവശ്യം നല്ലൊരു ബൂട്ട് സ്പേസ് നിങ്ങൾക്ക് എപ്പോഴും ഉപയോഗിക്കാൻ പറ്റുന്ന രീതിയിൽ ഹ്യുണ്ടായി പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. ടാറ്റ പഞ്ച് ICNGക്ക് 210 ലിറ്റർ ബൂട്ട് സ്പേസ് ഉള്ളപ്പോൾ എക്സ്റ്റർ അതിനോട് കിടപിടിക്കുന്ന സ്പേസ് തരുന്നുണ്ട്. മാത്രമല്ല CNG ആയിട്ട് പോലും സ്പെയർ വീൽ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. സ്പെയർ വീൽ വണ്ടിയുടെ അടിഭാഗത്തേക്കായിട്ട് മാറ്റിയിട്ടുണ്ട് CNG വേരിയന്റ്. ഇത് വളരെ പ്രാക്ടിക്കൽ ആയ ഒരു മൂവാണ്. ഇനി നമുക്ക് ഫ്രണ്ട് സീറ്റുകളിലേക്ക് വരാം. ഡ്രൈവിംഗ് സീറ്റിൽ ഇരിക്കുമ്പോൾ തന്നെ ആ പഴയ ഓൾ ബ്ലാക്ക് ഇന്റീരിയർ മാറി പുതിയ ഡ്യുവൽ ടോൺ നേവി ബ്ലൂ ആൻഡ് ഗ്രേ തീമിലേക്ക് വണ്ടി മാറിയത് നിങ്ങൾക്ക് കാണാം. ഇതൊരു പ്രീമിയം ഫീൽ തരുന്നുണ്ട്. ഡാഷ്ബോർഡിൽ ഒരു 3D കാർബൺ പാറ്റേൺ ഫിനിഷ് ഒക്കെ കൊടുത്തിട്ടുണ്ട്. സ്റ്റിയറിംഗ് വീൽ ഒരു ഡീ കട്ട് ഫ്ലാറ്റ് ബോട്ടം ഡിസൈൻ ആണ്. നല്ല ഗ്രിപ്പിംഗ് ഫീൽ ആണ് ഇതിനുള്ളത്. അതിൽ ഓഡിയോ കൺട്രോൾസ്, ക്രൂയിസ് കൺട്രോൾ ബട്ടണുകളൊക്കെ വളരെ നീറ്റ്ലി ലേ ഔട്ട് ചെയ്തിട്ടുണ്ട്. 2023 മോഡലിൽ പലരും പരാതിപ്പെട്ട ഒരു കാര്യമായിരുന്നു ഡ്രൈവർക്ക് ഒരു ആംറസ്റ്റ് ഇല്ല എന്നത്. ഹ്യുണ്ടായി അത് കേട്ടു. 2026 ഫേസ് ലിഫ്റ്റിൽ അവർ ഒരു ഫോൾഡിംഗ് ഡ്രൈവർ ആംറസ്റ്റ് ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ട്രാഫിക്കിൽ കിടക്കുമ്പോഴും ഹൈവേ ഡ്രൈവിംഗിലും ഒക്കെ ഇതൊരു വലിയ ആശ്വാസമാണ്. ടെക്നോളജിയുടെ കാര്യത്തിൽ ഹ്യുണ്ടായി എപ്പോഴും മുൻപന്തിയിലാണ്. ഇതിലും അങ്ങനെ തന്നെയാണ്. 8-ഇഞ്ച് ടച്ച് സ്ക്രീൻ ഇൻഫോർടൈൻമെന്റ് സിസ്റ്റം ആണ് വരുന്നത്. അതിൽ വയർലെസ് ആപ്പിൾ കാർപ്ലേ, ആൻഡ്രോയിഡ് ഓട്ടോ എന്നിവ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. ഇൻസ്ട്രുമെന്റ് ക്ലസ്റ്റർ ഫുള്ളി ഡിജിറ്റൽ ആണ്. അതിൽ TPMS ഒക്കെ കാണിക്കുന്നുണ്ട്. പിന്നെ കൂൾഡ് ഗ്ലൗ ബോക്സും വരുന്നുണ്ട്. ഇനി ഈ വണ്ടിയുടെ വേരിയന്റുകളെ പറ്റി ഒന്ന് ഡീറ്റെയിൽ ആയി സംസാരിക്കാം. മുൻപ് ഈ വേരിയന്റ് S വേരിയന്റ്, SX വേരിയന്റ് എന്നൊക്കെ ആയിരുന്നെങ്കിൽ ഇപ്പോൾ പുതിയ വെർണ അല്ലെങ്കിൽ വെന്യൂനൊക്കെ ഉള്ള പോലെ HX2 മുതൽ HX10 വരെയുള്ള നോമൻക്ലേച്ചർ ആണ് ഹ്യുണ്ടായി ഉപയോഗിക്കുന്നത്. ഇതിൽ ഏറ്റവും വാല്യൂ ഫോർ മണി ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആളുകൾക്ക് ഭയങ്കര കൺഫ്യൂഷൻ ഉള്ള ഒരു കാര്യമാണ് HX4+ വേണോ അതോ HX6 വേണോ എന്ന്. നിങ്ങൾ ഓട്ടോമാറ്റിക് AMT ആണ് നോക്കുന്നതെങ്കിൽ HX3 മുതൽ സ്റ്റാർട്ട് ആവുമെങ്കിലും വാല്യൂ ഫോർ മണി ആയിട്ടുള്ളത് HX4+ ആണ്. എക്സ്ഷോറൂം വില ഏകദേശം 8.06 ലാഖ് റുപ്പീസിൽ തൊട്ടാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. ഇതിൽ നിങ്ങൾക്ക് സൺറൂഫ് ഒക്കെ കിട്ടും. എന്നാൽ ഇതിനേക്കാൾ ഒരു 50,000 രൂപ കൂടി കൂടുതൽ കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് HX6 AMT വേരിയന്റ് കിട്ടും. ശരിക്കും പറഞ്ഞാൽ ആ കൊടുക്കുന്ന 50,000 രൂപ കൂടുതലിൽ നിങ്ങൾക്ക് കുറച്ച് വർത്തി ആയിട്ടുള്ള കുറച്ച് ഫീച്ചേഴ്സ് ഇതിനകത്ത് ഉൾപ്പെടുത്തിയിട്ടുണ്ട്. HX6ൽ നിങ്ങൾക്ക് ഈ സെഗ്മെന്റിൽ തന്നെ ആദ്യമായിട്ട് വരുന്ന കമ്പനി പ്രൊവൈഡ് ഡ്യുവൽ ക്യാമറ ഡാഷ് ക്യാം കിട്ടും. ഇന്നത്തെ കാലത്ത് റോഡിൽ ഇറങ്ങുമ്പോഴും ഡാഷ് ക്യാം എത്രത്തോളം അത്യാവശ്യമാണെന്ന് ഞാൻ പറയേണ്ടതില്ലല്ലോ. അത് കമ്പനി തന്നെ ഫാക്ടറി ഫിറ്റ് ചെയ്ത് തരുമ്പോൾ ഒരു പീസ് ഓഫ് മൈൻഡ് ആണ്. കൂടെ റിയർ ഡീഫോഗർ, പ്രൊജക്ടർ ഹെഡ് ലാംപ്സ്, റൂഫ് റെയിൽസ് എന്നിവയും ഈ HX6ൽ കിട്ടും. അതുകൊണ്ട് തന്നെ എന്റെ ഒരു അഭിപ്രായത്തിൽ HX6 ആണ് ഏറ്റവും മികച്ച ചോയ്സ്. അത് മാനുവൽ ആയാലും AMT ആയാലും. ഇനി ടോപ്പ് എൻഡ് ആയിട്ടുള്ള HX10 വേരിയന്റിലേക്ക് വന്നു കഴിഞ്ഞാൽ അതിൽ 10 ലക്ഷത്തിന് മുകളിൽ ഓൺ റോഡ് വില വരുന്ന ഈ ടോപ്പ് മോഡലിന് പോലും 360 ഡിഗ്രി ക്യാമറ, വെന്റിലേറ്റഡ് സീറ്റ്സ് ഹ്യുണ്ടായി കൊടുത്തിട്ടില്ല. ഇതൊക്കെ ഇതിന് മുകളിലുള്ള സെഗ്മെന്റിൽ വരുന്ന ഫീച്ചേഴ്സ് ആണെങ്കിലും കോമ്പറ്റീഷൻ നോക്കുമ്പോൾ ഇതൊരു ചെറിയ മിസ് ആയിട്ട് ഫീൽ ചെയ്യും. മൊത്തത്തിൽ പറഞ്ഞാൽ ഫ്രണ്ട് ക്യാബിൻ വളരെ പ്രാക്ടിക്കൽ ആണ്. സ്റ്റോറേജ് സ്പേസസ് ഒക്കെ അത്യാവശ്യത്തിനുണ്ട്. എർഗണോമിക്സും എല്ലാം പക്കയാണ്. പിന്നെ ഫിസിക്കൽ ബട്ടൺസ് ഒക്കെ കൊടുത്ത് നിങ്ങൾക്ക് വളരെ പ്രാക്ടിക്കൽ ആയിട്ട് കൊണ്ട് നടക്കാൻ പറ്റുന്ന ഒരു വണ്ടിയാണ് ഹ്യുണ്ടായി എക്സ്റ്റർ. അതിന്റെ ഇന്റീരിയർ ഡിസൈൻ അടിപൊളിയായിട്ടാണ് ഹ്യുണ്ടായി ഇവിടെ ഡിസൈൻ ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഇനി ഏറ്റവും പ്രധാനപ്പെട്ട കാര്യത്തിലേക്ക് വരാം. ഡ്രൈവിംഗ് എക്സ്പീരിയൻസ്. വണ്ടി എങ്ങനെയുണ്ട് ഓടിക്കാൻ? ഈ സെഗ്മെന്റിൽ 4 സിലിണ്ടർ എഞ്ചിൻ വരുന്ന ഒരേ ഒരു വണ്ടി എക്സ്റ്റർ ആണ്. 1.2 ലിറ്റർ കപ്പ നാച്ചുറലി ആസ്പിറേറ്റഡ് പെട്രോൾ എഞ്ചിൻ ആണ് ഇതിൽ ഉപയോഗിക്കുന്നത്. ഇത് 83 PS പവറും 114 Nm ടോർക്കും പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്. ടാറ്റ പഞ്ചിൽ വരുന്നത് 3 സിലിണ്ടർ എഞ്ചിനാണ്. 3 സിലിണ്ടർ എഞ്ചിന്റെ ആ ഒരു വൈബ്രേഷൻ ശബ്ദവും ഒക്കെ പഞ്ചിൽ വളരെ വ്യക്തമായിട്ട് അറിയാൻ സാധിക്കും. എന്നാൽ എക്സ്റ്ററിലേക്ക് വരുമ്പോൾ എഞ്ചിൻ ഭയങ്കര സ്മൂത്ത് ആണ്. NVH ലെവൽസ് ഒക്കെ വളരെ കണ്ടെയ്ൻഡ് ആണ്. ഐഡിലിംഗിലൊക്കെ എഞ്ചിൻ ഓൺ ആണോ എന്ന് പോലും ചിലപ്പോൾ നമ്മളൊന്ന് സംശയിക്കും. നിങ്ങളിൽ പലരും ചോദിക്കാൻ സാധ്യതയുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ് എക്സ്റ്ററിന്റെ AMT എങ്ങനെയുണ്ട് എന്നുള്ളത്. കേരളത്തിലെ ട്രാഫിക്കിലും കയറ്റങ്ങളിലും ഇത് പെർഫോം ചെയ്യുമോ എന്നുള്ളത്. ആക്ച്വലി ഇതൊരു പെർഫോമൻസ് ഓറിയന്റഡ് വണ്ടിയല്ല, ഒരു പ്രാക്ടിക്കൽ കാറാണ്. ഹ്യുണ്ടായിയുടെ ഈ സ്മാർട്ട് ഓട്ടോ AMT വളരെ റിഫൈൻഡ് ആയിട്ടുള്ള ഒന്നാണ്. ഗിയർ മാറുമ്പോഴുള്ള ഒരു ഹെഡ് നോഡ് എഫക്ട് ഒക്കെ ഇതിൽ വളരെ കുറവാണ്. സിറ്റി ട്രാഫിക്കിലൊക്കെ ഓടിക്കാൻ വളരെ എളുപ്പമാണ്. പക്ഷെ ഒരു ചെറിയ പ്രശ്നമുണ്ട്. ഹിൽ സ്റ്റേഷനുകളിലൊക്കെ ഉള്ള യാത്രയിൽ, അതായത് ഏതെങ്കിലുമൊക്കെ ചുരം ഒക്കെ കയറുമ്പോൾ നല്ലൊരു കുത്തനുള്ള കയറ്റമൊക്കെ ആണെങ്കിൽ വണ്ടി നിർത്തിയിട്ട് എടുക്കേണ്ടി വന്നാൽ ഇതൊരു AMT ആയതുകൊണ്ട് ടോർക്ക് കൺവെർട്ടറിനെ പോലെ ഒരു നാച്ചുറൽ ക്രീപ്പ് ഫംഗ്ഷൻ ഒന്നും ഇതിനില്ല. ബ്രേക്കിൽ നിന്ന് കാലെടുത്ത് ആക്സിലറേറ്ററിൽ കൊടുക്കുന്ന ആ ഒരു ഗ്യാപ്പിൽ വണ്ടി ചെറുതായിട്ടൊന്ന് പുറകിലേക്ക് പോകാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് തന്നെ ഹിൽ സ്റ്റാർട്ട് അസിസ്റ്റ് പോലുള്ള ഫീച്ചേഴ്സ് ഇതിൽ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. അതൊരു 3 സെക്കൻഡ് വണ്ടിയെ നിർത്തും. എന്നാലും ഡ്രൈവർക്ക് അത് കൃത്യമായി മോഡുലേറ്റ് ചെയ്തില്ലെന്നുണ്ടെങ്കിൽ ട്രാഫിക്കിലൊക്കെ പുറകിൽ വേറെ വണ്ടി ഉണ്ടെങ്കിൽ ചെറിയൊരു പേടി തോന്നും. അങ്ങനെയുള്ള സാഹചര്യങ്ങൾ ഹാൻഡ് ബ്രേക്ക് യൂസ് ചെയ്യുന്നതായിരിക്കും എപ്പോഴും സേഫ്. ഹൈവേകളിൽ ഓവർടേക്ക് ചെയ്യാൻ ഇതിൽ ഒരു പാഡൽ ഷിഫ്റ്റേഴ്സ് കൂടി വരുന്നുണ്ട് ടോപ്പ് വേരിയൻസിൽ. അത് ഉപയോഗിച്ച് ഗിയർ ഡൗൺ ഷിഫ്റ്റ് ചെയ്താൽ വളരെ ഈസി ആയിട്ട് നിങ്ങൾക്ക് ഓവർടേക്ക് ചെയ്ത് കയറി പോകാം. പിന്നെ വണ്ടിയുടെ
വണ്ടിയുടെ സസ്പെൻഷൻ സെറ്റപ്പ് സിറ്റിയിലെ ചെറിയ കുഴികളിലും ബമ്പുകളിലും ഒക്കെ വളരെ സ്മൂത്ത് ആയിട്ട് അബ്സോർബ് ചെയ്യുന്ന തരത്തിലുള്ള സോഫ്റ്റ് സസ്പെൻഷൻ ആണ് ഇതിന് കൊടുത്തിരിക്കുന്നത്. യാത്രക്കാർക്ക് നല്ല കംഫർട്ട് കിട്ടും. എന്നാൽ വണ്ടിയിൽ ഒരു 5 പേരും ലഗേജും ഒക്കെ വെച്ച് ഫുൾ ലോഡഡ് ആണെന്നുണ്ടെങ്കിൽ സസ്പെൻഷൻ കുറച്ചൊന്ന് താഴേക്ക് പോകും. അപ്പോൾ വലിയ സ്പീഡ് ബ്രേക്കുകളിലൊക്കെ ചാടുമ്പോൾ അടി തട്ടുമോ എന്നൊന്ന് ശ്രദ്ധിക്കേണ്ടി വരും. ഞാൻ പറയുന്നത് ഈ ഫുള്ളി ലോഡഡ് ആയിട്ടുള്ള സിറ്റുവേഷനിൽ മാത്രമാണ്. ഹൈവേകളിൽ ഒരു 100 km/h സ്പീഡിലൊക്കെ മുകളിൽ പോകുമ്പോൾ ഇതിന്റെ ഒരു ടോൾ ബോയ് ഡിസൈൻ കാരണം ചെറിയൊരു ബോഡി റോൾ ഫീൽ ചെയ്യും. അതുകൊണ്ട് ഇതൊരു സ്പോർട്സ് കാർ ഓടിക്കുന്ന പോലെ വളച്ചെടുക്കാനൊന്നും പറ്റത്തില്ല. ഇതൊരു സിറ്റി ക്രൂയിസർ ആണെന്ന് പറയാം. മൈലേജിന്റെ കാര്യം നോക്കുകയാണെങ്കിൽ കമ്പനി അവകാശപ്പെടുന്നത് പെട്രോൾ മാനുവലിന് 19.4 kmpയിലും AMTക്ക് 19.2 kmpയിലുമാണ്. എന്നാൽ നമ്മുടെ നാട്ടിലെ ട്രാഫിക്കിലും സിറ്റിയിലും ഒക്കെ ഓടിക്കുമ്പോൾ റിയൽ വേൾഡിൽ ഒരു 12 മുതൽ 14 kmpയിൽ വരെ ആയിരിക്കും കിട്ടുക. ഹൈവേയിൽ സ്മൂത്ത് ആയിട്ട് ഓടിച്ചു കഴിഞ്ഞാൽ ഒരു 18 to 20 kmpയിൽ വരെ കിട്ടാൻ സാധ്യതയുണ്ട്. മൈലേജ് ഒരുപാട് വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് CNG മോഡൽസ് ഒക്കെ നോക്കാം. അത് കമ്പനി പറയുന്നത് ഏകദേശം 27 km/kg ആണ് അത് CNGയിൽ കിട്ടുന്ന മൈലേജ്. റിയൽ വേൾഡിൽ നിങ്ങൾക്ക് ഒരു 18 തൊട്ട് 20 വരെ സിറ്റിയിലും ഒരു 24 തൊട്ട് 26 വരെ നിങ്ങൾക്ക് ഹൈവേയിലും ഉറപ്പായിട്ടും കിട്ടും. പിന്നെ CNG ഓടിക്കുമ്പോൾ പവർ അല്പം കുറവായിരിക്കും. ഒരു 69 PS പവറെ പ്രൊഡ്യൂസ് ചെയ്യത്തുള്ളൂ CNG. AC ഇട്ട് ഫുൾ ലോഡിൽ കയറ്റം കയറുമ്പോഴൊക്കെ നിങ്ങൾക്ക് ചിലപ്പോൾ പെട്രോളിലേക്ക് സ്വിച്ച് ചെയ്യേണ്ടി വന്നേക്കാം. ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യം ഇതാണ്: പഞ്ചാണോ എക്സ്റ്റർ ആണോ സേഫ്റ്റിയിൽ മുന്നിൽ നിൽക്കുന്നതെന്ന്. സത്യം പറയാമല്ലോ, ടാറ്റ പഞ്ച് ഗ്ലോബൽ എൻക്യാപ്പിൽ 5 സ്റ്റാർ റേറ്റിംഗ് നേടിയിട്ടുള്ള വണ്ടിയാണ്. അത് ആ വണ്ടിയുടെ ബോഡി സ്ട്രക്ചറിന്റെ സ്ട്രെങ്ത് ആണ് കാണിക്കുന്നത്. എന്നാൽ ഹ്യുണ്ടായി എക്സ്റ്റർ ഇതുവരെ ഭാരത് എൻക്യാപ്പ് ക്രാഷ് ടെസ്റ്റ് ചെയ്തിട്ടില്ല. ഇതിന്റെ പ്ലാറ്റ്ഫോം i10 നിയോസിന്റേതായതുകൊണ്ട് സ്ട്രക്ചറൽ കാര്യങ്ങളിൽ ആളുകൾക്ക് ചെറിയൊരു സംശയമുണ്ട്. പക്ഷേ ഹ്യുണ്ടായി ഇതിനെ നേരിടുന്നത് ഫീച്ചേഴ്സ് വെച്ചാണ്. എക്സ്റ്ററിന്റെ ബേസ് മോഡൽ തൊട്ട് ടോപ്പ് വേരിയന്റ് വരെ 6 എയർ ബാഗ്, ESC, ABS, VSM പോലെയുള്ള സുരക്ഷാ സംവിധാനങ്ങൾ സ്റ്റാൻഡേർഡ് ആയിട്ട് തന്നെ കൊടുക്കുന്നുണ്ട്. സോ ക്രാഷ് ടെസ്റ്റ് ചെയ്താലും നല്ലൊരു റേറ്റിംഗ് കിട്ടണം. അപ്പോൾ ആരാണ് ഈ വണ്ടി ശരിക്കും വാങ്ങേണ്ടത്? നിങ്ങളുടെ വീടിന്റെ അടുത്തുള്ള റോഡുകളൊക്കെ മോശമാണ്, ഒരുപാട് ഓഫ് റോഡിംഗ് ഒക്കെ ചെയ്യേണ്ടി വരും, പിന്നെ ടോപ്പ് ലെവൽ സ്ട്രക്ചറൽ സേഫ്റ്റി മാത്രമാണ് നിങ്ങളുടെ മെയിൻ പ്രയോറിറ്റി എങ്കിൽ നിങ്ങൾ തീർച്ചയായും ടാറ്റ പഞ്ച് തന്നെ വാങ്ങണം. പക്ഷേ നിങ്ങൾക്ക് സിറ്റിയിൽ ഉപയോഗിക്കാൻ കംഫർട്ടബിൾ ആയ വളരെ സ്മൂത്ത് ആയ 4 സിലിണ്ടർ എഞ്ചിനുള്ള, ഗിയർ മാറുന്ന ബുദ്ധിമുട്ട് അറിയാത്ത ഒരു അടിപൊളി AMT ഉള്ള, ഒട്ടനവധി മോഡേൺ ഫീച്ചറുകൾ ബഡ്ജറ്റിലുള്ള ഒരു വണ്ടിയാണ് വേണ്ടതെങ്കിൽ ഈ 2026 ഹ്യുണ്ടായി എക്സ്റ്റർ നിങ്ങളെ ഒട്ടും നിരാശപ്പെടുത്തില്ല. മാത്രവുമല്ല, ഹ്യുണ്ടായിയുടെ ആഫ്റ്റർ സെയിൽസ് സർവീസ് നെറ്റ്വർക്ക് വളരെ മികച്ചതും ട്രസ്റ്റബിളുമാണ്. ടാറ്റയുടെ സർവീസ് സെന്ററുകളിൽ പലപ്പോഴും ആളുകൾ മോശം അനുഭവങ്ങൾ ഉണ്ടാകാറുണ്ട് എന്ന് നമ്മളെല്ലാവരും ഓൺലൈൻ ഫോറങ്ങളിലൊക്കെ കാണുന്നതാണ്. അതുകൊണ്ട് തന്നെ ഒരു ഹാസൽ ഫ്രീ ഓണർഷിപ്പ് ആഗ്രഹിക്കുന്നവർക്ക് എക്സ്റ്റർ വലിയൊരു പീസ് ഓഫ് മൈൻഡ് തരും. മാത്രവുമല്ല, NBT ഹ്യുണ്ടായിയുടെ സർവീസും അടിപൊളിയാണ്. അപ്പോൾ ഒരു 6 ലക്ഷം മുതൽ 10 ലക്ഷം രൂപ വരെയുള്ള ബഡ്ജറ്റിൽ ഒരു സ്മോൾ ഫാമിലിക്ക് വേണ്ടി വാങ്ങാൻ പറ്റുന്ന ഏറ്റവും പ്രാക്ടിക്കലായ വാല്യൂ ഫോർ മണി വണ്ടികളിൽ ഒന്നാണ് ന്യൂ ഹ്യുണ്ടായി എക്സ്റ്റർ ഫേസ് ലിഫ്റ്റ്. ഇത്രയും കാര്യങ്ങളായിരുന്നു എനിക്ക് എക്സ്റ്ററിനെ പറ്റി നിങ്ങളോട് പറയാനുണ്ടായിരുന്നത്. നിങ്ങളിൽ എത്ര പേർക്ക് ഈ വണ്ടി ഇഷ്ടപ്പെട്ടു എന്ന് താഴെ കമന്റ് ചെയ്യുക. നിങ്ങൾ ടാറ്റ പഞ്ച് ആണോ അതോ ഹ്യുണ്ടായി എക്സ്റ്റർ ആണോ തിരഞ്ഞെടുക്കുക, അതോ മറ്റേതെങ്കിലും വണ്ടികളാണ് ഇതിന് ശരിക്കുമുള്ള ഒരു കോമ്പറ്റീഷൻ എന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടെങ്കിൽ അതും തീർച്ചയായും കമന്റ്സിൽ പറയുക. ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെട്ടു എന്ന് ഞാൻ വിശ്വസിക്കുന്നു. കൂടുതൽ ഓട്ടോമൊബൈൽ വിശേഷങ്ങൾക്കായി നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. See you in the next video. Drive safe. Bye bye.